എൻ്റെ കയ്യിലിപ്പോൾ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1,00,000-ത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 20,000 രൂപ എടുത്ത് നമ്മുടെ SBI എന്ന് പറയുന്ന ബാങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? അതായത് നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ക്യാഷ് എന്ന് പറയുന്നത് 80,000 ആയി. കാരണം 20,000 നമ്മൾ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. SBIയിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 20,000 ഉണ്ട്. ടോട്ടൽ 1,00,000. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അതായത് ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI ബാങ്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുന്നു. കാരണം ബാങ്കിൽ എന്ത് വന്നു? 20,000 രൂപ ക്യാഷ് വന്നു. അപ്പോൾ ബാങ്കിലെ അസറ്റ് കൂടി. അതുകൊണ്ട് നമ്മൾ ബാങ്കിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി എൻ്റെ കയ്യിലിരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് തന്നെയാണ്. ഇവിടെ ക്യാഷിന് എന്താണ് സംഭവിച്ചത്? അസറ്റ് കുറഞ്ഞു. കാരണം എൻ്റെ കയ്യിലിരുന്ന ക്യാഷ് എവിടെ പോയി? ബാങ്കിലോട്ട് പോയി. അപ്പോൾ അസറ്റ് കുറഞ്ഞത് കൊണ്ട് ഞാൻ ക്യാഷിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രി ആയിരിക്കും നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കും വന്നിട്ടുണ്ട്, ക്യാഷും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു പേയ്മെൻറ്റ് എൻട്രി ആണോ എന്ന് ചോദിച്ചാലാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളെ കയ്യിലിരുന്ന പൈസ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ ഇതൊരു പേയ്മെൻറ്റ് എൻട്രി ആണോ എന്ന് ഒന്നുകൂടി ചോദിച്ചാൽ, അതായത് എടുത്ത് ചോദിക്കുന്നത് ഇതൊരു പേയ്മെൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ പേയ്മെൻ്റ് അല്ല. കാരണം ഇതെങ്ങനെയാണ് പേയ്മെൻ്റ് ആകുന്നത്? കാരണം നമ്മളെ കയ്യിലിരുന്ന ക്യാഷ് തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് പോയത്. അതായത് ഈ പൈസ എങ്ങോട്ടാണ് പോയത്? നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെയാണ് പോയത്. അപ്പോൾ പേയ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റൂ. ഇത് നമ്മുടെ കയ്യിലിരുന്ന ക്യാഷ് നമ്മുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പോയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു അവസ്ഥ ഇതാണ്, അസറ്റിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ SBIയിൽ ഇപ്പോൾ 20,000 രൂപ ബാലൻസ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 20,000 രൂപയിൽ നിന്നും ഒരു 5,000 രൂപ വിഡ്രോ ചെയ്യുന്നു എൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും. അപ്പോൾ 5,000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി ഇടുന്നത്? ക്യാഷ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലോട്ട് വന്നു. 5,000 രൂപ ഞാൻ കയ്യിലോട്ട് വാങ്ങി ബാങ്കിൽ നിന്നും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കൂടി. അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഇനി എവിടെ നിന്നാണ് ഈ ക്യാഷ് വന്നത്? ബാങ്കിൽ നിന്നുമാണ് ക്യാഷ് ഞാൻ എടുത്തത്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു ഒരു അസറ്റാണ്. ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ അവിടെ കുറഞ്ഞു. കാരണം നേരത്തെ 20,000 രൂപ ഉണ്ടായിരുന്ന അസറ്റ് ഇപ്പോൾ 5,000 എടുത്തപ്പോൾ എത്രയേ ഉള്ളൂ? 15,000 രൂപയെ അവിടെ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് ബാങ്കിൻ്റെ അസറ്റ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ജേണൽ എൻട്രി പാസ് ചെയ്യും. ഇത് റിസീപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇത് റിസീപ്റ്റ് ആവണമെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ആണ് ക്യാഷ് തന്നതെങ്കിൽ നമുക്കത് എന്തായിട്ട് പരിഗണിക്കാം? റിസീപ്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഈ ഒരു 5,000 രൂപ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഞാൻ എടുത്ത പൈസയാണ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ബാങ്കും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തും വന്നിട്ടുണ്ട്? ക്യാഷും വന്നിട്ടുണ്ട്.